കൊടുങ്കാറ്റലറി വന്നു കടലിളകിടിലും കടലലകളിൽ എന്നെ കൈവിടാത്തവൻ. കരം തന്നു കാത്തു സൂക്ഷിച്ചരുമയായി തൻ്റെ വരവിൻ പ്രത്യാശയോടെ നടത്തിടുമേ. വാനസേനയുമായി വരും പ്രിയൻ വാനമേഘേ വരുമല്ലോ. വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചര സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചര സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി നാം പരത്തിലേക്കുയരും നാൾ വരുമല്ലോ. വിശുദ്ധന്മാരുയർക്കും പറന്നുയരും വേഗം വന്നിടും കാന്തൻ്റെ മുഖം കാണാൻ. വിശുദ്ധന്മാരുയർക്കും പറന്നുയരും വേഗം വന്നിടും കാന്തൻ്റെ മുഖം കാണാൻ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അതിരാവിലെ സമയത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണർന്ന് എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഹാലിൽ ഇരിപ്പാൻ, അങ്ങയൊന്ന് സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും നന്ദി കരയറ്റുവാൻ അടിയന് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ആരോഗ്യത്തോടും സുബോധത്തോടും എഴുന്നേൽപ്പിച്ച ദൈവത്തിന് നന്ദി പറയട്ടെ കർത്താവേ. അപ്പോൾ ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകല ഭാരങ്ങളും രോഗങ്ങളും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു തരിക. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പകല ദാനമായി തന്ന് സഹായിക്കേണ്ടതിന് ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നുവരെയും ആ പൊന്നുകരം ചാർത്ത് പിടിച്ച് നടത്തിയല്ലോ, ജീവനും ഭക്തിക്കും വേണ്ടുന്ന തന്നല്ലോ. അതെല്ലാം ഓർത്ത് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ കർത്താവേ. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുന്നിടത്ത വചനമാ. അന്നേ കർത്താവെ, ഞങ്ങളെക്കാൾ നല്ലവരെ പ്രഗത്ഭരെ പ്രായം കുറഞ്ഞൊരു വിദ്യാസമ്പന്നരൊക്കെ മൺമറഞ്ഞപ്പോൾ പിന്നെയും ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം ആക്കി വെച്ചിരിക്കുന്ന വൻകൃപയോർത്ത് നന്ദി പറയട്ടെ. ഇത് ഞങ്ങളുടെ മിടുക്കോ സാമർഥ്യമോ ഞങ്ങളുടെ നന്മയോ പുണ്യപ്രവൃത്തിയോ കൊണ്ട് ഒന്നുമല്ല കർത്താവേ. ആ വലിയൊരു സ്നേഹവും കരുണയും ഒന്ന് മാത്രമാ. ഒന്നുകൂടെ ശുദ്ധീകരണം പ്രാപിപ്പാനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് താഴ്മയോടെ, വിശ്വസ്തയോടെ, ദൈവഭക്തിയോടെ, ഭയത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ കൃപയാൽ അവിടുന്ന് ഭാഗ്യം തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാ. അടിയനെ സമ്പൂർണ്ണമായും താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, എൻ്റെ ജീവിതത്തിലെ, എൻ്റെ നോട്ടത്തിലെ, ചിന്തയിലെ, കൊടുക്കവാങ്ങളുടെ പ്രവൃത്തികളിൽ വന്നുപോയ സകല കുറവുകളും ക്ഷമിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി ഇറക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ കണ്ണുനീരിന് മറികടക്കാതെ പ്രാർത്ഥന കേട്ടൊരു നല്ല ദൈവം, ജീവിക്കുന്ന ദൈവമാ. ഇത് അത്ഭുതത്തിൻ്റെ ദൈവമാ. ഹല്ലേലൂയ. തിരിച്ചറിയുവാൻ, രുചിച്ചറിയാൻ ഭാഗ്യം തന്നതാ. എന്നെ വിളിച്ച് വേർതിരിച്ച ദൈവമാ. അതോർത്തടിയൻ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഈ സമയം ഹാലേലു ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളുമായി കടന്നു വരുന്നു. ഹാലേലു കഴിഞ്ഞ നാളുകളിൽ അങ്ങയുടെ പാദപീഠം ചാർന്നിരുന്നവരാരും ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ കർത്താവേ. ആമുഖം നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ കർത്താവേ. ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചെന്ന് പറയുവാൻ തക്കവണ്ണം കൃപയാൽ സ്വർഗം തന്ന ഭാഗ്യാവസ്ഥകൾക്കായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പാ സ്തോത്രം, സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ തിരുസനയിൽ സമർപ്പിക്കുക. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനമായി തന്ന ആണും പെണ്ണുമായ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ചുറ്റുപാടുകൾ, ഞങ്ങൾ പാർക്കുന്ന ഭവനം, എല്ലാം കർത്താവിൻ്റെ ദാനമായി എല്ലാം അടുത്ത് സന്നിധി സമർപ്പിക്കുകയാണ് കർത്താവേ. അവിടുത്തെ തിരുനവാസത്തിൻ്റെ മറവിൽ ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അടിയനെ പൊടികളും താഴ്ത്തി ഏൽപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ തരട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തരട്ടെ, ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ കർത്താവേ. സമാധാനവും സന്തോഷവും സൗഖ്യവും തരണമേ. കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെട്ട് നല്ല ജയം അവർക്ക് ലഭിക്കട്ടെ. ഹല്ലേലൂയ. സ്വർഗമേ, ഓരോ മക്കളെയും കരുതിക്കൊള്ളുമാറാകണമേ. ആപത്തിൽ നിന്ന്, അനർത്ഥത്തിൽ നിന്ന്, രോഗദുഃഖാദി പർശ്യാദി മരണത്തിനേൽപ്പിക്കാതെ പൈതങ്ങളെയൊക്കെ സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. തുടർ വിദ്യാഭ്യാസവും അനുഗ്രഹിക്കപ്പെടട്ടെ. നല്ല ഭാവിയിൽ അവർ എത്തിച്ചേരട്ടെ.
കർത്താവെ, ജോലിയിലായിരിക്കുന്ന മക്കളെ കാത്തുകൊള്ളണമേ, ആരോഗ്യമുള്ളവർക്ക് കൊടുക്കണമേ, സമാധാനത്തിലായിരിക്കുന്നിടത്ത് സൂക്ഷിച്ചു കൊള്ളണമേ. നാടും വീടും വിട്ട് മാതാപിതാക്കളെയൊക്കെ വിട്ട് ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിദുരിതകളിലൊക്കെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കാര്യം ഓരോ മക്കളെയും ചേർത്ത് പിടിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണേ, സമാധാനത്തിലും ദൈവഭയത്തിലും ജീവിപ്പാൻ ഇടയാക്കണമേ. ശത്രു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണാതെ സ്വർഗം മറച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ. തന്നിരിക്കുന്ന കൊച്ചു തലമുറകളെ അനുഗ്രഹിക്കണമേ. ബാലപിട കൂടാതെ വളർത്തിത്തരണമേ. ദൈവഭയത്തിലും ഭക്തിയിലും വളർന്നു മുതിർന്നു വരുവാൻ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, പിന്നെയും ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് വേണ്ടി സ്വർഗ്ഗം അത്ഭുത വഴികളെ തുറക്കണമേ. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ എൻ്റെ സ്വർഗ്ഗവരുടെ മേൽ അത്ഭുതം ചെയ്യണമേ. തടസ്സം മുടക്കം മാറ്റണമേ കർത്താവേ. അപ്പോൾ അതിൻ്റെ കൃപ ധാരാളമായി തന്നെ മക്കളുടെ മേൽ പകരുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഭവനമില്ലാത്ത മക്കളെ ഓർക്കുന്നു. തൻ്റെ മക്കൾക്ക് വേണ്ടി സ്വർഗ്ഗം ഭവനമൊരുക്കണമേ. ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കളെ ഓർക്കുന്നു. അത് പണികളെയൊക്കെ പൂർത്തീകരിച്ചതിൽ പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമേ. എല്ലാ സങ്കടങ്ങളിൽ നിന്നും പ്രയാസത്തിൽ നിന്നും കർത്താവ് എല്ലാവരെയും വിടുവിക്കണമേ. നീറുന്ന വേദനകൾ കൂടി കഴിയുന്നു പോകുന്നവരെ കർത്താവ് ആശ്വസിപ്പിക്കണമേ. ആമേൻ. സ്വർഗ്ഗം അത്ഭുതങ്ങളെ ചെയ്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്ന കർത്താവെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനാഥരെയും വിധവകളെയും സംരക്ഷിക്കുന്ന ദൈവമേ, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സകലതും കരുതിയൊരുക്കി കൊടുത്തുകൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, ഈ സമയം പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളുണ്ട്. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളുണ്ട്. അവരെല്ലാം സ്തോത്രത്തോടെ നന്ദിയോടെ ഏൽപ്പിക്കുന്നു. പുതുവർഷക്കാലം പുതിയ നന്മയും അനുഗ്രഹം കൊടുത്ത് മാനിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും യാത്രകളിൽ കർത്താവ് കൂടെയിരിക്കണമെന്നും പ്രാർത്ഥിക്കുക കർത്താവെ. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. മ്ലേച്ഛമായ ജീവിതം നയിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഫോണിന് അടിമപ്പെട്ട കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൂട്ടുകാർക്ക് അടിമപ്പെട്ട കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പൂർണ്ണമായും വിട്ടുവിക്കണമേ. ഭാവിയെക്കുറിച്ചൊരു ബോധം അവർക്ക് കൊടുക്കണേ. ഉത്തരവാദിത്വത്തോടെ പഠിക്കുവാനൊക്കെ ഇടയാക്കിക്കൊള്ളുമാറാകണം. അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ്, വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുക. ആണും പെണ്ണുമായ മക്കൾ കർത്താവെ, വിവാഹത്തിന് മനസ്സില്ലാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അതിനായിട്ടുള്ള മനസ്സൊരുക്കത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അവരെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ തക്ക തുണയൊരുക്കി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ വിവാഹത്തിന് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. ഒന്നിനും കുറവ് കൂടാതെ കാനാവിലെ വിവാഹം പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാൻ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. തമ്പുരാൻ മുന്നമേ കടന്നു വരുമാറാകണമെന്നും പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി, നന്ദി കർത്താവേ, നന്ദി എൻ്റെ കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ രോഗികളെല്ലാം തിരുമുൻപാകെ സമർപ്പിക്കുന്നു. ആശുപത്രിയിൽ, മുറിക്കുള്ളിൽ, ICUയിലും CCUയിലും ഹല്ലേലൂയ കഴിയുന്ന മക്കളുണ്ടപ്പാ. വെന്റിലേറ്ററിൽ കഴിയുന്ന മക്കളുണ്ട് കർത്താവേ. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് കിടക്കുന്നവരുണ്ട് കർത്താവേ. അങ്ങയുടെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ചു തരികയാ. നാഥാ, നിൻ്റെ വിടുതലിൻ്റെ കരം നീട്ടണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാ. എങ്കിലും അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും കഷ്ടമനുഭവിപ്പാൻ സമ്മതിക്കല്ലേ, സങ്കടപ്പെടുവാൻ അനുവദിക്കല്ലേ. കർത്താവിൻ്റെ പൊന്നുകരം ചേർത്ത് പിടിച്ചോണേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കിടക്കയിലായിരിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. അതിവേദനകളിൽ കൂടി കടന്നു പോകുന്നവരെ സമർപ്പിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. ഓപ്പറേഷനായി തയ്യാറെടുക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. പൊന്നുകരം ചേർത്ത് പിടിച്ചോണേ അപ്പ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, മഞ്ഞപ്പിത്തത്തിൻ്റെ കെടുതിയിലായിരിക്കുന്നവർ, ചിക്കൻ ബോക്സിനാൽ ഭാരപ്പെടുന്നവർ കർത്താവേ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ശരീരം ആസകലം നീർക്കെട്ടും വേദനയാൽ ഭാരപ്പെടുന്നവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയുമുള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാ. കൈകാലുകൾക്ക് ചലനമില്ലാതെ എൻ്റെ കർത്താവെ, കിടക്കയിലും വീൽ ചെയറിലുമായിരിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലോ. ആണിപ്പോഴത്തുള്ള കരമൊന്ന് ചേർത്ത് പിടിക്കണമേ. തൻ്റെ മക്കളെ ഒന്ന് എഴുന്നേൽപ്പിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട് കർത്താവേ. കാഴ്ചയും കേൾവിയും ഓർമ്മയും ഇല്ലാത്തവരുണ്ടപ്പാ. മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. മരുന്നിനടിമപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. നീ അവരെ പൂർണ്ണമായും വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ അപ്പാ. നീ അവിടുന്ന് ഹല്ല് തൊട്ടേ മതിയാകുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ചൊല്ലി വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട് കർത്താവേ. അവർക്ക് സുബോധത്തിൻ്റെ ആത്മാവിനെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. എല്ലാ രോഗത്തിനും സൗഖ്യദായകൻ അവിടുന്ന്, മരുന്നും വൈദ്യനും അവിടുന്ന്. ഞങ്ങളത് പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞങ്ങളത് തിരിച്ചറിഞ്ഞതാ, ഞങ്ങളത് രുചിച്ചറിഞ്ഞതാ കർത്താവേ. ഭാരപ്പെടുന്ന ജീവിതങ്ങളുടെ മേൽ കരമൊന്ന് വയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്.
അങ്ങയുടെ സന്നിധിയിൽ കൊണ്ടുവന്നിട്ടുള്ളവരാരും ആമേൻ നിരാശയോടെ മടങ്ങിപ്പോകാൻ നീ സമ്മതിച്ചിട്ടുള്ള ദൈവമല്ലല്ലോ. അവരുടെ കിടക്കയെടുത്ത് നടക്കുവാൻ കൽപ്പിച്ച ദൈവം. ആമേൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സൗഖ്യം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, 4 ആൾ ചുമന്നുകൊണ്ടുവന്ന പക്ഷപാതക്കാരനെ സൗഖ്യത്തോടെ നടത്തിയ ദൈവം, ഞങ്ങൾ വിശ്വാസത്തോടെ കൊണ്ടുവരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജീവിതങ്ങളുടെ മേലെ അപ്പൻ്റെ സ്നേഹത്തിൻ്റെ കരം, സൗഖ്യത്തിൻ്റെ കരം, വിടുതലിൻ്റെ കരം, സമൃദ്ധിയുടെ കരം നീട്ടിയേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം. സകല ബാധയും ഒഴിഞ്ഞ് സ്വസ്ഥതയുള്ളവരായിരിക്കാൻ തക്കണം സ്വർഗം കൽപ്പിക്കുമാറാകണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് തുണയായി, നല്ല സഖിയായി, മാറാത്ത ദൈവമായി, മറക്കാത്ത ദൈവമായി ഞങ്ങൾക്ക് അങ്ങുള്ളതോർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവ്. അവിടുന്ന് ഓരോ വ്യക്തികളെയും ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗികളോട്, ഞങ്ങളുടെ രോഗങ്ങളോട് ഇവിടുന്ന് മനസ്സലിവ് കാണിക്കണമേ കർത്താവ്. ക്ഷീണം മാറട്ടെ, ഭാരം മാറട്ടെ, ഉറപ്പും ധൈര്യമുണ്ടാകട്ടെ. ആത്മാവിൽ പ്രാർത്ഥിച്ച് ബലപ്പെട്ട് മുൻപോട്ട് ജീപ്പാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചികമായ സകല പോരുകളെയും സ്വർഗം തകർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അന്ധകാരത്തിൻ്റെ ഗതികളൊന്നും ഞങ്ങളെ കീഴ്പ്പെടുത്തുവാൻ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പോരുകളിൽ നിന്നും പോരാട്ടങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, കൃപയിൽ പൊതിയണമേ, കൂടെയിരിക്കണമേ. ദൈവനാമം മഹത്വപ്പെടാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം 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 സ്തോത്രം. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമമാണ്. ഹല്ലേലൂയ. ആ നാമം ഉയരണം, ആ നാമം വളരണം. സ്വർഗം സഹായിക്കണമേ പിതാവേ ഈ സമയം. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം കർത്താവേ. ലക്ഷ്മണക്കെയും ഹല്ലേലൂയ കഴിഞ്ഞു. സ്വർഗത്തിലെ ദൈവമേ, നല്ലവനായി വലിയവനായി കൂടെയിരുന്നു വീണ്ടും നല്ല റിസൾട്ട് നൽകി ഞങ്ങളെ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. എല്ലാം അപ്പൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. എല്ലാ വേല സ്ഥലങ്ങളെയും സമർപ്പിക്കുന്നു. ആത്മഭാരത്തോടെ കർത്താവിൻ്റെ വേലയും നാളുകളിൽ ചെയ്യുവാൻ തൻ്റെ മക്കളെ അവിടെ ഇവിടെങ്കിലും എഴുന്നേൽപ്പിക്കുമാറാകണം. ഹല്ലേലൂയ കർത്താവ്. കൊയ്ത്ത് വളരുണ്ട്, വേലക്കാർ ചുരുക്കമാ കർത്താവേ. വിശ്വസ്തരായവരെ എഴുന്നേൽപ്പിക്കണമേ, ആത്മാർത്ഥതയുള്ളവരെ എഴുന്നേൽപ്പിക്കണമേ കർത്താവ്. സത്യസന്ധരായവരെ കർത്താവ് എഴുന്നേൽപ്പിക്കണമേ കർത്താവ്. ദൈവസ്നേഹത്താൽ നിറഞ്ഞവരെയും തികഞ്ഞവരെയും കർത്താവ് എഴുന്നേൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ സകലതും വിശ്വസ്തയോടെ ചെയ്തെടുപ്പാൻ, സ്വർഗമേ വചനമെത്താത്ത ഇടങ്ങളിൽ വചനവുമായി കടന്നു പോകുവാൻ സ്വർഗം സഹായിക്കുമാറാകണം. തൻ്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് കൺമണി പോലെ സൂക്ഷിക്കുമാറാകണം പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം.